സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ ബിഷപ്പ് ഹൌസിനുള്ളിൽ സമരത്തിലിരുന്ന പുരോഹിതരെ നീക്കം ചെയ്തു. പോലീസെത്തി ബലമായാണ് പുരോഹിതരെ മാറ്റിയത്. അതിനെ തുടർന്ന് അവിടെ ഒരു സംഘർഷാവസ്ഥയാണ് രാവിലെ രൂപപ്പെട്ടത്. പ്രതിഷേധിച്ച വൈദികരെ ബലം പ്രയോഗിച്ചായിരുന്നു മാറ്റിയത്. പോലീസിനെതിരെ വിമത വിഭാഗം അവിടെ വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തുന്നത് നമ്മൾ രാവിലെ കണ്ടതാണ്. കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി തുടരുന്നുണ്ട്. സഹിൻ, എന്താണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി? കാര്യങ്ങൾ ശാന്തമായിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെ? ഒരു ശാന്തതയുമില്ല ലക്ഷ്മി. സഭാ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. തലങ്ങും വിലങ്ങും അടിയാണ്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിശ്വാസികളും പുരോഹിതരും തമ്മിൽ അടിയായിരുന്നെങ്കിൽ ഇന്നിത് പോലീസിലേക്ക് കൂടി മാറിയിരിക്കുകയാണ്. പള്ളി അങ്കണത്തിൽ വരെ പുരോഹിതർ കുത്തിയിരുന്ന് സമരം ചെയ്യേണ്ട അവസ്ഥയാണുള്ളത്. ഒപ്പം തന്നെ വിശ്വാസികളും അവർ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഈ കാണുന്ന പോലെ തന്നെ രാവിലെ മുതൽ തന്നെ വിശ്വാസികളും പുരോഹിതരൊക്കെ തമ്മിൽ ACP അടക്കമുള്ള ആളുകൾ വന്നിട്ടുണ്ട്. ഞാൻ താങ്കൾ ഷൈജു അല്ലേ? ഷൈജു, ഞാൻ പറയട്ടെ. അല്ല, ഷൈജുവിനോട് ഞാനൊക്കെ പറയട്ടെ. ഞാനും പക്വതയും ഇങ്ങനത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ആളും ട്രെയിനിങ് കിട്ടിയ ആളുമാണ്. അപ്പം എനിക്ക് ക്യാമറ കാണുന്നില്ല, പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ വാചകങ്ങൾ കൊണ്ട് നിങ്ങൾ എന്നെ തോപ്പിക്കാമെന്ന് കരുതരുത്. അതാദ്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഞാൻ വന്ന എന്തിനാന്ന് പറയാം. അല്ല, മുഴുവൻ പറയുന്നത് കേൾക്കും. ഞാൻ പറഞ്ഞത് ഇത്രയും വിശ്വാസികളുടെ വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഇതിനെ നമുക്കൊരു ബഹളത്തിൽ കൂടി പരിഹരിക്കാതെ രണ്ട് വിഭാഗങ്ങളുണ്ട് അതിൻ്റെ. ആ രണ്ട് സാറിനോട് ഞാനൊരു കാര്യം പറഞ്ഞോളൂ. ഇപ്പോൾ നടക്കുന്ന സമരം വിശ്വാസികളുടെ വിശ്വാസത്തെ ബാധിക്കുന്ന സമരം അല്ലേ? ഇനി ഇപ്പൊ നടക്കുന്ന ആ വൈദികരുടെ ആവശ്യം ഇതിനകത്തിരിക്കുന്ന ക്രിമിനൽ എന്നുള്ളത് മാത്രമാണ്. അത് വിശ്വാസത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല. കുർബാന പ്രശ്നത്തിന് കഴിഞ്ഞ മാസം ജൂലൈ മാസം 1 പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു. അല്ല, ദയവേത് നിങ്ങളോട് പത്രക്കാരോട് പറയാം. ഈ പ്രശ്നങ്ങളെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അവര് രണ്ട് വിഭാഗങ്ങൾ അവിടെയുണ്ട്. ആ രണ്ട് വിഭാഗങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ അവരെ ഒരു നിഷ്പക്ഷരായത് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ DYSP എന്നുള്ളേക്ക് ഞാനത് ശ്രമിക്കാമെന്ന് അവർ പറഞ്ഞു. അല്ലാതെ അവർ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഞാനല്ല തീരുമാനം എടുക്കേണ്ടത്. നിങ്ങൾ സംസാരിച്ചോളൂ. അവധിയാണ് ഇവർ പറയുന്നത് പോലെ തന്നെ ഇവർ സന്ധി സംഭാഷണത്തിന് തയ്യാറാണെന്ന് DYSP പറയുമ്പോഴും ACP പറയുമ്പോഴും അതിന് തയ്യാറല്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഈ വിമത വിഭാഗം സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും എന്തെങ്കിലും ഒറിജിനൽ വിഭാഗം കാര്യം പറയും. പള്ളി പിടിച്ചെടുക്കും. 6 ലക്ഷം പേരില് 2000 പേര് മാറിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരാണോ വിമത വിഭാഗം? എന്താണ് ഒരു ക്രിമിനൽ കൂലിയ എല്ലാ തരത്തിലും അധോലോകത്തിനെ വെല്ലുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രിമിനൽ കൂലിയ ചെയ്യുന്നതാണോ നന്മ? ഇവിടുത്തെ വിശ്വാസികൾ, പോലീസ് അവർ പറയുന്നത് ഇത് സർക്കാർ ഞങ്ങൾക്കെതിരാണെന്ന്. ഷൈജു എന്തായിരിക്കും അവസ്ഥ? എന്താണ് അവസ്ഥ? എന്തായാലും ഷൈചേട്ടനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് പോലെ തന്നെ വലിയ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പുരോഹിതരടക്കമുള്ള. ഇതെന്താ ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ തലങ്ങും വിലങ്ങും അടിയാണല്ലോ, ഒരു രക്ഷയില്ലാത്തതല്ല. ഇതിനകത്തൊരു കാര്യമില്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നീതിക്ക് വേണ്ടി പോരാടുകയാണ്. ഞങ്ങളുടെ വൈദികര് അവിടെ കഴിഞ്ഞ 3 ദിവസമായിട്ട് 21 വൈദികര് ഇരുന്നത് എന്തിനാണ്? ഇവിടുത്തെ ക്രിമിനൽ കൂരിയ, അതായത് കണ്ടമാനം കേസുകളിൽ പ്രതിയായിട്ടുള്ള, അതായത് കോടതി പ്രതി ചേർത്തിട്ടുള്ള ഒരു പ്രതിനെയാണ് വീണ്ടും കൊണ്ടുവന്നത്. ഈ ഭൂമി കച്ചവടം നടത്തി ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ അടിച്ചെടുത്ത ഒരാളെ കൊണ്ടുവന്ന് തിരിച്ച് അവിടെ വീണ്ടും കൂരിയയിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഇവരെ പുറത്താക്കണം വേണ്ടിയിട്ടാണ് അവർ ധർമ്മസമരം നടത്തിയത്. ഗാന്ധിയുടെ സമരമാണ് നമ്മുടെ വൈദ്യുതി നടത്തിയത്. ഗാന്ധി സമരത്തിൽ പിന്നീട് ഇത് ഒരു സംഘർഷത്തിലേക്ക് പോകേണ്ടി വന്നു. ഒരു സംഘർഷത്തിലേക്ക് ഞങ്ങളൊരു സംഘർഷത്തിലേക്കും പോയിട്ടില്ല. ഇവിടെ എന്താ ചെയ്തത്? ഈ പോലീസിന് നട്ടലുണ്ടായിരുന്നെങ്കിൽ പകൽ സമയത്ത് വന്ന് ചെയ്യണ്ടേ? ഈ അന്ധകാരത്തിന്റെ മറവിൽ എന്തിനാണ് ചെയ്തത്? അവർ ബിഷപ്പുമാര് മുഴുവൻ ഈ അന്ധകാരത്തിലാണ്. അതുകൊണ്ടാണ് ബിഷപ്പുമാരുടെ ഒത്താശയോടുകൂടി ഈ അന്ധകാരത്തിന്റെ മറവിൽ ഇവർ വെളുപ്പനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ അച്ഛന്മാരെ പുറത്ത് തന്നെയാണ് പുരോഹിതരൊക്കെ നിറഞ്ഞു. അച്ചോ, എങ്ങനെ ഉണ്ടോ കാര്യങ്ങൾ? ഇത് ഒരു സമാധാനം അറിയണുള്ളൂ. ഞങ്ങൾ ആശുപത്രിയിൽ നിന്നുള്ള ആൾക്കാരാണ്. രോഗികളായി അവർക്ക് പരിക്കുകൾ ഏറ്റിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഞാൻ മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്. കൈ ഒടിഞ്ഞിട്ടുണ്ട്, കാലിന് പരിക്കുകളുണ്ട്, മറ്റ് പരിക്കുകളുണ്ടെന്ന് അറിയുന്നു. മറ്റു പരിക്കുകൾ ഡോക്ടർമാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സന്ധി സംഭാഷണത്തിലൂടെ ഒന്നും തീരില്ല. ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുമോ കാര്യങ്ങൾ? സംഭാഷണത്തിൽ തീരേണ്ടതാണല്ലോ, തീർക്കാൻ സാധിക്കുന്നതാണ്.